രാവിലെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് മോന് ജോലിക്ക് പോകണം. അന്നേരം പിന്നെ രാവിലെ എല്ലാം കാപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭഗവാന് പാൽപ്പായസം എല്ലാം സമർപ്പിച്ച് എല്ലാം വന്ന് ഇരിക്കുക. പിന്നെ നാളത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നാളെ അത്തമാണ്. വീടും പരിസരമെല്ലാം എല്ലാം വൃത്തിയാക്കണം. വീട്ടിനകത്ത് പിന്നെ തുണികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോയി കളയുകയോ അല്ലെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കി മാറ്റിയിടുകയോ എല്ലാം ചെയ്ത് വീടെല്ലാം നല്ല പരിസരം എല്ലാം വൃത്തിയാക്കി ചാണകവെള്ളമോ അല്ലയോ ചാണകം കിട്ടിയില്ലെങ്കിൽ ഉപ്പുവെള്ളമോ എന്തെങ്കിലും കുടഞ്ഞ് വൃത്തിയാക്കണം. നാളെ രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കെല്ലാം തേച്ച് വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം അത്തപ്പൂ ഇടണം. എല്ലാവരും അത്തപ്പൂ ഇടും, പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത്തപ്പൂ എല്ലാവരും എല്ലാം ഇടും. പിന്നെ പണ്ടൊക്കെയെന്ന് വെച്ചാൽ അത്തപ്പൂ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിലെ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ പൂ പറിക്കാൻ നമ്മൾ രാവിലെ പോവും. രാവിലെ അവിടെയൊക്കെ അയ്യമുണ്ട്. അവിടെ പോയി പൂ ഈ എന്തുപോലെ കാക്കപ്പൂവും തൊട്ടാവടിയുടെ സൈസ് പൂവും എല്ലാം കവറും കൊണ്ടുപോയി ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാം കൂടെ പോയി പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്നാൽ അന്നൊക്കെ അത്തപ്പം ഇടുന്നത്. ഇപ്പം പിന്നെ അതല്ലല്ലോ. ഇപ്പം പിന്നെ എല്ലായിടവും പൂവുണ്ട്. വീടുകളിലെല്ലാം ഇഷ്ടം പോലെ പൂവുള്ള വീടുകളാണ്. അങ്ങനെ പൂ വെച്ചാൽ ഞങ്ങൾ അന്നൊക്കെ അത്തപ്പൂ ഇടുന്നത്. അന്നൊക്കെ ഒരു സന്തോഷമായിരുന്നു. പിന്നെ അന്നത്തെ കാലമൊക്കെ ഇപ്പോൾ ഓർക്കുക. ഇപ്പം പിന്നെ നമ്മുടെ വീടുകളിൽ പൂവുണ്ട്. നമ്മളത് ഉള്ളവർ വീട്ടിൽ ഉള്ള പൂ പറിച്ച് അത്തപ്പൂ നല്ലപോലെ അത്തപ്പൂ ഇടണം. 10 ദിവസവും 10 കളർ പൂവ് ഇടണമെന്നാണ്. പിന്നെ ഞാനിടുന്നത് ഇവിടെ വലിയ പൂവൊന്നുമില്ല. ഇവിടെ പിന്നെ ഇച്ചിരി ശംഖുപുഷ്പത്തിൻ്റെ അല്ലാതെ ഇച്ചിരി പൂവൊക്കെ ഉള്ളു. അതുകൊണ്ട് ഞാൻ പിന്നെ ഉത്തരാടത്തിൻ്റെ അന്ന് പൂ വാങ്ങിച്ചാണ് ഞാൻ അത്തപ്പൂ ഇടുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ കാണുമല്ലോ, എല്ലാവർക്കും വീടുകളിൽ പൂവുണ്ടല്ലോ. അതൊക്കെ അത്തപ്പൂ ഇട്ടൊക്കെ എന്നെ കാണിക്കണം. അങ്ങനെ നമ്മുടെ ഓണത്തിന് വരവേൽക്കണം. തിരുവോണമാണ്. എല്ലാവരും ഓണത്തിനെ വരവേറ്റ് വേണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.